ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം. ഈ ചാപ്റ്ററിൽ നിന്നുള്ള സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതുകൂടി കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളെല്ലാം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലേ? പല പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന ഈ പദാർത്ഥങ്ങൾ ഏതൊക്കെ അവസ്ഥയിലാണ്, ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് കാണുന്നത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. അതുപോലെ ഈ പദാർത്ഥങ്ങളുടെ സവിശേഷതകൾ പഠിച്ചു, അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. 2-3 എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ പറഞ്ഞു. മാറ്റർ ദാറ്റ് റിക്വയേഴ്സ് സ്പേസ് ടു ഓക്കുപ്പൈ, അതുപോലെ മാറ്റർ ഹാസ് മാസ്, അല്ലേ? ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതിന് മാസ് ഉണ്ട്. അതുപോലെ മാറ്റർ എന്താണെന്ന് പറഞ്ഞു. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പദാർത്ഥത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളിൽ പാർട്ടിക്കിൾസ്, കണികകളുടെ അറേഞ്ച്മെൻറ്റ്സ് പഠിച്ചു, അല്ലേ? എങ്ങനെയാണ്? ഇൻ സോളിഡ്സ് ദേ ആർ ക്ലോസ്ലി പാക്ഡ്. ഖരാവസ്ഥയിൽ പാർട്ടിക്കിൾസ്, കണികകൾ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ദ്രാവകാവസ്ഥയിലോ? ഇൻ ലിക്വിഡ്സ് ദേ ആർ ലൂസ്ലി പാക്ഡ്. ലൂസായിട്ട്, അല്ലെ, അകന്നാണ് ദ്രാവകാവസ്ഥയിൽ കണികകൾ കാണുന്നത്. ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആർ വെരി ലാർജ്. വാതകാവസ്ഥയിൽ കണികകൾ തമ്മിലുള്ള അകലം വളരെ വലുതാണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിച്ചു. താപോർജ്ജം, ഹീറ്റ് എനർജി സ്വീകരിച്ചുകൊണ്ട് വസ്തുക്കൾ എന്താണ്, ഒരവസ്ഥയിൽ നിന്നും വേറൊരവസ്ഥയിലേക്ക് മാറുന്നു, അല്ലേ? ഫ്ലോ ചാർട്ട് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിച്ചു. എങ്ങനെയാണ്? സോളിഡ് ഹീറ്റഡ് എന്താകുന്നു? ലിക്വിഡ് ആകുന്നു. ലിക്വിഡിനെ ചൂടാക്കുമ്പോൾ ഗ്യാസ് ആകുന്നു. തിരിച്ച് ഗ്യാസിനെ തണുപ്പിക്കുമ്പോൾ ലിക്വിഡ് ആകുന്നു. ലിക്വിഡ് തണുത്ത് സോളിഡ് ആകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഒബ്സർവ് ദ ഫിഗർ ദാറ്റ് ഡെപിക്ട്സ് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും അതുപോലെ വാതകാവസ്ഥയിലും കണികകളുടെ ചലനം കാണിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഓരോ അവസ്ഥയിലും കണികകളുടെ ചലനം എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സോളിഡ് സ്റ്റേറ്റിൽ, ഖരാവസ്ഥയിൽ കണികകൾ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? അവ തമ്മിലുള്ള അകലം കുറവാണ്. ദ്രാവകാവസ്ഥയിൽ കണികകൾ ദൂരെ സ്ഥിതി ചെയ്യുന്നു, ഖരാവസ്ഥയേക്കാൾ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. വാതകാവസ്ഥയിൽ വളരെ അകലത്തിലാണ് കണികകൾ കാണുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വച്ചിരുന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവയിലെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. മനസ്സിലായോ? അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, അവ തമ്മിലുള്ള സ്പേസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അവയ്ക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്നു, കുറച്ചുകൂടി വേഗത്തിൽ മൂവ് ചെയ്യാം. എന്നാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോ വളരെ അകലത്തിലാണ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത്. അതുകൊണ്ട് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. പാർട്ടിക്കിൾസിന്, കണികകൾക്ക് ഏറ്റവും കൂടുതൽ ചലനമുള്ളത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ, വാതകാവസ്ഥയിൽ. എന്നാൽ ഏറ്റവും കുറവ് മൂവ്മെൻറ്റ് ഏതിനാണ്? സോളിഡ് സ്റ്റേറ്റിൽ. മനസ്സിലായോ? അപ്പോൾ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്ക് എന്തു മാറ്റമുണ്ടാകുന്നു? എന്തൊക്കെയാണ് സവിശേഷതകൾ? എനർജി ഓഫ് പാർട്ടിക്കിൾസ്, കണികകളുടെ ഊർജം. കണികകളുടെ ഊർജം ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ, താപം സ്വീകരിക്കുമ്പോൾ കൂടുന്നു, അല്ലേ? അപ്പോൾ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾ തമ്മിലുള്ള അകലം, അതും കൂടുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റ് ആവുകയാണ്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കൂടുതലാണ്. തിരിച്ച് ലിക്വിഡിനെ വീണ്ടും ചൂടാക്കുമ്പോൾ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നു. അപ്പോൾ കണികകളുടെ അകലം വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. അതുപോലെ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾ തമ്മിലുള്ള ആകർഷണമോ, അത് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് അടുത്തിരിക്കുമ്പോൾ അവ തമ്മിലുള്ള ആകർഷണം കൂടുതലായിരിക്കും, അല്ലേ? അതിനെ ചൂടാക്കി ലിക്വിഡ് ആക്കുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കൂടുന്നു. അതുകൊണ്ട് തന്നെ ആകർഷണം കുറയുന്നു. ഗ്യാഷ്യസ് ആക്കുമ്പോഴോ പാർട്ടിക്കിൾസിൻ്റെ അകലം വളരെ കൂടുന്നു. അതുകൊണ്ട് തന്നെ ആകർഷണം വളരെ കുറയുന്നു.
അടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിനാണ് ആകർഷണം കൂടുതൽ. അതൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. പാർട്ടിക്കിൾസ് അടുത്തിരിക്കുമ്പോൾ ആകർഷണം, അട്രാക്ഷൻ കൂടുതൽ. പാർട്ടിക്കിൾസ് അകലും തോറും, ഡിസ്റ്റൻസ് കൂടും തോറും അട്രാക്ഷൻ കുറയുന്നു. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ചലനം എങ്ങനെയാണ്? ഇൻക്രീസസ്. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നു. അതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചൂടാക്കുമ്പോൾ സോളിഡ് ലിക്വിഡ് ആകുന്നു. അപ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ കഴിയും. ലിക്വിഡിനെ വീണ്ടും ചൂടാക്കുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെ കൂടുന്നു. വളരെ കൂടുമ്പോൾ അവയ്ക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ കണികകൾക്കുണ്ടാകുന്ന മാറ്റമാണ്. എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഡിക്രീസസ്, മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? എനർജി, ഡിസ്റ്റൻസ്, മൂവ്മെൻറ്റ് ഇതെല്ലാം കൂടുന്നു, എന്നാൽ അട്രാക്ഷൻ മാത്രം കുറയുന്നു. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ എനർജി? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, അല്ലേ? ഇനി മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദെയർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, വ്യത്യസ്ത അവസ്ഥകളിൽ കണികകളുടെ ചലനം. ഇതാ നോക്കൂ. ദ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് ലിമിറ്റഡ്. ഞാൻ പറഞ്ഞത് തന്നെയാണ്, സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ ചലന സ്വാതന്ത്ര്യം ലിമിറ്റഡ് ആണ്, അല്ലേ? ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് ആർ റിലേറ്റീവ്ലി ഫാർദർ എപ്പാർട്ട് ആൻഡ് ഹാവ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ദാൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. എന്നാൽ ദ്രാവകാവസ്ഥയിൽ പാർട്ടിക്കിൾസ് സോളിഡ് സ്റ്റേറ്റിനേക്കാളും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് അവയുടെ ചലന സ്വാതന്ത്ര്യം സോളിഡ് സ്റ്റേറ്റിനേക്കാൾ കൂടുതലാണ്. ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് റിമെയിൻ ഫാർ എവേ ഫ്രം വൺ അനദർ, ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് വെരി ഹൈ. വാതകാവസ്ഥയിൽ കണികകൾ വളരെ അകന്നു സ്ഥിതി ചെയ്യുന്നു. കണികകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ? അതുപോലെ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അല്ലേ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അവസ്ഥാ പരിവർത്തനത്തിന് കാരണം എന്താണ്? താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് സോളിഡ് ചൂടാക്കുമ്പോൾ ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ചൂടാക്കുമ്പോൾ ഗ്യാസ് ആകുന്നു. എന്നാൽ ചില സോളിഡ് സബ്സ്റ്റൻസ് ചൂടാക്കിയാൽ അവ ലിക്വിഡ് ആകാതെ ഡയറക്റ്റ് എന്തായി മാറുന്നു? ഗ്യാസായി മാറുന്നു. ആ ഫിനോമിനനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ, ഉത്പതനം. അതുപോലെ വേപ്പറായി മാറിയ ഈ സബ്സ്റ്റൻസിനെ തണുപ്പിക്കുമ്പോൾ അവ ഡയറക്റ്റ് സോളിഡായി മാറുന്നു, ലിക്വിഡായി മാറാതെ സോളിഡ് ആകുന്നു. മനസ്സിലായോ? എക്സാമ്പിൾ നാഫ്തലീൻ ആൻഡ് അയോഡിൻ. പാറ്റ ഗുളിക, അയോഡിൻ ഇവ രണ്ടും ചൂടാക്കിയാൽ ഇവ ദ്രാവകമായി മാറാതെ നേരിട്ട് വാതകമായി മാറുന്നു. അപ്പോൾ വാട്ട് ഈസ് സബ്ലിമേഷൻ? സം സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻറ്റു ഗ്യാസ് വിത്തൗട്ട് ഫോമിംഗ് ലിക്വിഡ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് സബ്ലിമേഷൻ. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയയെ ഉത്പതനം എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഇനി ഉത്പതനം സംഭവിക്കുന്ന അല്ലെങ്കിൽ സബ്ലിമേഷൻ സംഭവിക്കുന്ന രണ്ട് സോളിഡ് സബ്സ്റ്റൻസസ് ആണ് നാഫ്തലീൻ ആൻഡ് അയോഡിൻ. എക്സാമിൻ ദ ഗിവൺ പിക്ചർ. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അവസ്ഥാ പരിവർത്തനം. ഇതിന് ഓരോന്നിനെയും ഓരോ പേരിട്ടാണ് വിളിക്കുന്നത്. എന്താണ്? സോളിഡ് ലിക്വിഡ് ആകുന്നതിനെ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നു. അതുപോലെ ലിക്വിഡ് ഗ്യാസ് ആകുന്നത് വേപ്പറൈസേഷൻ. തിരിച്ച് സോളിഡ് ഡയറക്റ്റായിട്ട് ഗ്യാസ് ആകുന്നത് സബ്ലിമേഷൻ. ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ. ലിക്വിഡ് സോളിഡ് ആകുന്നത് സോളിഡിഫിക്കേഷൻ. ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ലിക്വിഫാക്ഷൻ, ദ്രവീകരണം. എ സോളിഡ് സബ്സ്റ്റൻസ് ബിക്കംസ് എ ലിക്വിഡ് ബൈ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സ് വഴിയാണ് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ദ്രാവകമായി മാറുന്നത്. അടുത്ത് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. എന്താണ് വേപ്പറൈസേഷൻ? ബൈ ദിസ് പ്രോസസ് എ ലിക്വിഡ് ബിക്കംസ് ഗ്യാസ്. ബാഷ്പീകരണം വഴി ഒരു ദ്രാവകം എന്തായി മാറുന്നു? വാതകമായി മാറുന്നു. മനസ്സിലായോ? ലിക്വിഡ് ഗ്യാസായി മാറുന്നു. അതാണ് വേപ്പറൈസേഷൻ. അടുത്തത് എന്താണ്? കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എന്താ പറയുന്നത്? സാന്ദ്രീകരണം. സാന്ദ്രീകരണം എന്താ? എ ഗ്യാസ് ബിക്കംസ് എ ലിക്വിഡ് ഓൺ കൂളിംഗ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കണ്ടൻസേഷൻ. തണുക്കുമ്പോൾ ഒരു വാതകം
ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് കണ്ടൻസേഷൻ അഥവാ സാന്ദ്രീകരണം. അടുത്ത് സോൾഡിഫിക്കേഷൻ ആണ്. സോൾഡിഫിക്കേഷൻ അഥവാ ഘനീഭവിക്കൽ. എന്താണ് സോൾഡിഫിക്കേഷൻ? ദിസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ഗ്യാസ് ഓർ ലിക്വിഡ് ബിക്കംസ് എ സോളിഡ് ബൈ കൂളിംഗ്. തണുപ്പിച്ചാൽ ഒരു ദ്രാവകമോ ഒരു വാതകമോ ഖരമായി മാറുന്ന പ്രോസസ്സാണ് സോൾഡിഫിക്കേഷൻ. മനസ്സിലായോ? അടുത്ത് സബ്ലിമേഷൻ ആണ്. അത് നമ്മൾ പറഞ്ഞു, സം സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻ ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് വിത്തൗട്ട് ബിക്കമിങ് ലിക്വിഡ്. ദിസ് ഫിനോമിനൻ ഈസ് സബ്ലിമേഷൻ. എന്താണ്? ഖരാവസ്ഥയിലുള്ളൊരു വസ്തു ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കൂ, സോളിഡ് ലിക്വിഡായി മാറുന്നു, അതിനെ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നു. ആ ലിക്വിഡ് ഗ്യാസായി മാറുന്നത് വേപ്പറൈസേഷൻ. ആ ഗ്യാസ് സോളിഡായി മാറുന്നത് സോൾഡിഫിക്കേഷൻ. അതുപോലെ ലിക്വിഡ് സോളിഡായി മാറുന്നത് സോൾഡിഫിക്കേഷൻ. സോളിഡ് ഡയറക്റ്റ് ഗ്യാസായി മാറുന്നത് സബ്ലിമേഷൻ. ഗ്യാസ് ലിക്വിഡായി മാറുന്നത് കണ്ടൻസേഷൻ. അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. താഴെ കൊടുത്ത പട്ടിക വിശകലനം ചെയ്ത് അവസ്ഥാ പരിവർത്തന വേളകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എഴുതാനാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്, കണികകളുടെ ചലനം. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഖരം ദ്രാവകമാകുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസസ്. അതുപോലെ വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ദ്രാവകം വാതകമാകുമ്പോഴും പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസസ്. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ചലനം ഡിക്രീസസ്, കുറയുന്നു. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, സോളിഡ് ഗ്യാസായി മാറുമ്പോൾ, ഖരം വാതകമാകുമ്പോഴും ഇൻക്രീസസ്, അല്ലേ, കൂടുന്നു. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം, സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ഇൻക്രീസസ്, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഇൻക്രീസസ്, ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ ഡിക്രീസസ്. അതുപോലെ സോളിഡ് ഗ്യാസായി മാറുമ്പോഴും ഇൻക്രീസസ്. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾ തമ്മിലുള്ള ആകർഷണം. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഖരം ദ്രാവകമാകുമ്പോൾ കുറയുന്നു, ഡിക്രീസസ്. വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ഡിക്രീസസ്. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഇൻക്രീസസ്. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ഡിക്രീസസ്. എനർജി ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിൻ്റെ എനർജി. സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഇൻക്രീസസ്. വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ഇൻക്രീസസ്. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഡിക്രീസസ്. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ഇൻക്രീസസ്. ഈ ടേബിൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ളതാണ്. അത് നല്ലവണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, വിവിധ അവസ്ഥകളിലെ പദാർത്ഥങ്ങളുടെ വ്യാപനം. ഡിഫ്യൂഷൻ എന്താ? വ്യാപനം. ഡിഫ്യൂഷൻ ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. പദാർത്ഥങ്ങളുടെ വേറൊരു സവിശേഷതയാണ് ഡിഫ്യൂഷൻ, വ്യാപനം എന്ന് പറയുന്നത്. അയോഡിൻ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ് ഓൺ ഹീറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു അയോഡിൻ ഹീറ്റ് ചെയ്താൽ ഡയറക്റ്റ് ഗ്യാസായി മാറുന്നു. ഹീറ്റ് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് അയോഡിൻ ഇൻ എ വാച്ച് ഗ്ലാസ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അയോഡിൻ്റെ ഏതാനും ക്രിസ്റ്റലുകൾ എടുത്ത് ചൂടാക്കുക. കളക്ട് ദ വേപ്പർ ഇൻ എ ഗ്യാസ് ജാർ. അതിൽ നിന്നുള്ള ബാഷ്പം ഗ്യാസ് ജാറിൽ ശേഖരിക്കുക. കീപ് അനദർ ഗ്യാസ് ജാർ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഇൻ ഇൻവേർട്ടഡ് പൊസിഷൻ. മറ്റൊരു ഗ്യാസ് ജാർ ഇതിനു മുകളിൽ കമഴ്ത്തി ചേർത്ത് വയ്ക്കുക. ഒബ്സർവ് ദ കളർ ഓഫ് വേപ്പർ. അത് കഴിഞ്ഞ് ഈ ബാഷ്പത്തിൻ്റെ കളർ നമ്മൾ നിരീക്ഷിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഒരു വാച്ച് ഗ്ലാസ്സിൽ അയോഡിൻ ക്രിസ്റ്റൽസ് എടുത്ത് ചൂടാക്കുക. അപ്പോൾ അത് അയോഡിൻ വേപ്പറായി മാറും. ഈ അയോഡിൻ വേപ്പർ ഒരു ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്തിട്ട് വേറൊരു ഗ്യാസ് ജാർ കൊണ്ട് ചേർത്ത് പിടിക്കുക. ഇതാ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ അയോഡിൻ വേപ്പറിൻ്റെ കളർ നമ്മൾ ഒബ്സർവ് ചെയ്യണം. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ കളർ ഓഫ് അയോഡിൻ വേപ്പേഴ്സ് ഇൻ ദ ലോവർ ഗ്യാസ് ജാർ. ചുവടെയുള്ള ഗ്യാസ് ജാറിൻ്റെ അയോഡിൻ ബാഷ്പത്തിൻ്റെ നിറത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ദ കളർ ഓഫ് ദ അയോഡിൻ വേപ്പേഴ്സ് ഫെയ്ഡ്സ്. അയോഡിൻ വേപ്പറിൻ്റെ നിറം മങ്ങുന്നതായി കാണാം, ഫെയ്ഡ് ആകുന്നു. വാട്ട് എബൌട്ട് ദ അപ്പർ ഗ്യാസ് ജാർ? മുകളിലുള്ള ജാറിലോ? ദ കളർ ഓഫ് അയോഡിൻ വേപ്പേഴ്സ് ബിക്കംസ് വിസിബിൾ. അയോഡിൻ വേപ്പറിൻ്റെ നിറം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് താഴത്തെ ഗ്യാസ് ജാറിൽ നിന്നും അയോഡിൻ വേപ്പർ മുകളിലത്തെ ഗ്യാസ് ജാറിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു.
വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ അയഡിൻ വേപ്പർ go upwards and the particles of air in the top jar flow down. ഈ അയഡിൻ വേപ്പറിലെ പാർട്ടിക്കിൾസ് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അതുപോലെ മുകളിലുണ്ടായിരുന്ന എയർ പാർട്ടിക്കിൾസ് ടോപ്പ് ജാറിൽ നിന്നും താഴേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് താഴെയുണ്ടായിരുന്ന അയഡിൻ വേപ്പറിൻ്റെ നിറം മങ്ങുകയും മുകളിലത്തെ ജാറിൽ അയഡിൻ വേപ്പറിൻ്റെ നിറം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? അയഡിൻ വേപ്പറിൻ്റെ പാർട്ടിക്കിൾസും എയറിൻ്റെ പാർട്ടിക്കിൾസും തമ്മിൽ മിക്സായി അല്ലേ? അതുപോലെയാണ് ചന്ദനത്തിരിയുടെ കാര്യവും. ആൻ ഇൻസെൻസ് സ്റ്റിക്ക് ഹാസ് ഫ്രാഗ്രൻസ്. ചന്ദനത്തിരിക്ക് സുഗന്ധമുണ്ട്. ബട്ട് ദ ഫ്രാഗ്രൻസ് ഫിൽസ് ദ റൂം ഓൺലി വെൻ ദ സ്റ്റിക്ക് ഈസ് ലിറ്റ്. എന്നാൽ ആ തിരി കത്തിക്കുമ്പോഴാണ് ആ സുഗന്ധം മുറിയിൽ വ്യാപിക്കുന്നത്. വൈ ഡു ദ ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ് ക്വിക്ക്ലി ഇൻ ദ റൂം വെൻ ദ ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ലിറ്റ്. ചന്ദനത്തിരി കത്തിക്കുമ്പോൾ സുഗന്ധം പെട്ടെന്ന് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? വെൻ ദ ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ലിറ്റ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നു, വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ദിസ് വേപ്പർ ഓഫ് ദ സബ്സ്റ്റൻസ് മിക്സസ് വിത്ത് ദ എയർ ആൻഡ് ഹെൻസ് ദ പ്ലസൻറ്റ് സ്മെൽ സ്പ്രെഡ്സ് ക്വിക്ക്ലി ഇൻ ദ റൂം. അപ്പോൾ ഈ ബാഷ്പം എയറുമായി മിക്സ് ചെയ്യുമ്പോൾ ആ പ്ലസൻറ്റ് സ്മെൽ പെട്ടെന്ന് മുറിയിൽ വ്യാപിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എയറിന് അല്ലെങ്കിൽ വാതകത്തിന് ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ എയറിൽ മിക്സ് ആകുന്ന പ്ലസൻറ്റ് സ്മെല്ലായിട്ടുള്ള വേപ്പർ പെട്ടെന്ന് റൂമിലാകെ വ്യാപിക്കുന്നു. മനസ്സിലായോ? ഈസ് ദെയർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ? താപനിലയും വ്യാപനവും തമ്മിൽ ബന്ധമുണ്ടോ? വൈ ഡസ് ദ സ്മെൽ ഓഫ് ദ ഹോട്ട് ഫുഡ് സ്പ്രെഡ്സ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ്? ചൂടുള്ള ഭക്ഷണത്തിൻ്റെ ഗന്ധം ദൂരത്തേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ആൻസർ എന്തെഴുതാം? യെസ്, അതായത് ദർ ഈസ് റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ അല്ലേ? ടെമ്പറേച്ചറും അതുപോലെ ഡിഫ്യൂഷനും തമ്മിൽ ബന്ധമുണ്ട്. ദ സ്മെൽ ഓഫ് ദ ഹോട്ട് ഫുഡ് ഈസ് ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ചൂടുള്ള ഫുഡിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് വാതകാവസ്ഥയാണ് അല്ലേ? ആ സ്മെല്ലെന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ particles of the gas get mixed with the particles of air and spread quickly to distant places. ഈ ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് എയറിൻ്റെ പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ചെയ്ത് ദൂരസ്ഥലത്തേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ചന്ദനത്തിരിയുടെ കേസിലും ഈ ഫുഡിൻ്റെ കേസിലും എയറിൻ്റെ പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ആകുന്നത് കൊണ്ടാണ് പെട്ടെന്നത് വ്യാപിക്കുന്നത്, ആ സ്മെൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ഈസ് ദ റേറ്റ്സ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ദ സെയിം? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും പദാർത്ഥങ്ങളുടെ വ്യാപനം ഒരുപോലെയാണോ? നോ, ഒരുപോലെയല്ല. ഗ്യാസിലും ലിക്വിഡിലും ഡിഫ്യൂഷൻ റേറ്റ് എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ടേക്ക് വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് ആഡ് കെയർഫുള്ളി എ ഡ്രോപ്പ് ഓഫ് റെഡ് ഇങ്ക് ഇൻ ടു ഇറ്റ്. ഒരു ബീക്കറിൽ ജലമെടുക്കുക, അതിലേക്ക് ശ്രദ്ധാപൂർവം ഒരു തുള്ളി ചുവന്ന മഷി ഒഴിക്കുക. വാട്ട് ഡു യു സീ? ഡസ് ദ ഇങ്ക് സ്പ്രെഡ് ഇൻ ദ വാട്ടർ? എന്താണ് കാണാൻ കഴിയുന്നത്? ആ മഷി വെള്ളത്തിൽ സ്പ്രെഡായോ? റെഡ് ഇങ്ക് സ്പ്രെഡ്സ് ഇൻ വാട്ടർ അല്ലേ? മഷിത്തുള്ളി ആ വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്യുന്നു, പരക്കുന്നു. കമ്പയർ ദ ഡിഫ്യൂഷൻ ഓഫ് അയഡിൻ വേപ്പർ ആൻഡ് ഇങ്ക് ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ്. ഇവിടെ അയഡിൻ വേപ്പറിൻ്റെ ഡിഫ്യൂഷൻ, അയഡിൻ വേപ്പറിൻ്റെ വ്യാപനവും ഈ മഷിയുടെ വ്യാപനവും തമ്മിൽ എന്താണ് വ്യത്യാസം? ദ അയഡിൻ വേപ്പർ ഡിഫ്യൂസസ് ക്വിക്ക്ലി. അയഡിൻ വാതകം പെട്ടെന്നാണ് വ്യാപിച്ചത്. ബട്ട് ദ റെഡ് ഇങ്ക് ഡിഫ്യൂസസ് സ്ലോലി. എന്നാൽ മഷിത്തുള്ളി എങ്ങനെയാണ്? പതുക്കെയാണ് ഡിഫ്യൂഷന് വിധേയമായത്, വ്യാപനത്തിന് വിധേയമായത്. അപ്പോൾ ഗ്യാസിൻ്റെ ഡിഫ്യൂഷൻ വളരെ വേഗത്തിലാണ്, ലിക്വിഡിൻ്റെ വ്യാപനം ഗ്യാസിനെ അപേക്ഷിച്ച് കുറവാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫ്യൂഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്? വിവിധ അവസ്ഥകളിലെ കണികകളുടെ ചലനവുമായി വ്യാപനത്തിനുള്ള ബന്ധമെന്താണ്? മനസ്സിലായോ? ഓരോ അവസ്ഥയിലെയും കണികളുടെ ചലനവുമായി ഈ വ്യാപനത്തിന് എന്താണ് ബന്ധം? നമുക്കറിയാം, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഡിഫ്യൂഷൻ റേറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഡിഫ്യൂഷൻ കൂടുതലായി നടന്നത്. ചന്ദനത്തിരിയും ഫുഡിൻ്റെ സ്മെല്ലും ഗ്യാസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എയറുമായിട്ട് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ പറയാം? ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഈസ് ക്വിക്കർ ദാൻ ദാറ്റ് ഇൻ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്.
Hence, the diffusion in the gaseous state is also quicker than that in solid and liquid state. എന്താണ് പറയുന്നത്? വാതകാവസ്ഥയിൽ കണികകളുടെ ചലനം ഖരാവസ്ഥയിലെയും ദ്രാവകാവസ്ഥയിലെയും കണികകളുടെ ചലനത്തേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാതകാവസ്ഥയിലാണ് വ്യാപനം കൂടുതലായി നടക്കുന്നത്. In solids, is there a similar possibility for diffusion? സോളിഡ് സ്റ്റേറ്റിൽ ഇതുപോലെ ഡിഫ്യൂഷൻ്റെ പോസിബിലിറ്റി എങ്ങനെയാണ്? There is a very rare chance to have diffusion in solids similar to that in gases. ഗ്യാസസിനെ പോലെ ഡിഫ്യൂഷൻ വ്യാപനം നടക്കാനുള്ള സാധ്യത സോളിഡിൽ വളരെ അപൂർവമാണ്. അപ്പോൾ വാട്ട് ഈസ് ഡിഫ്യൂഷൻ? എന്താണ് വ്യാപനം? ഡിഫ്യൂഷൻ ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. എന്താണ് ഡിഫ്യൂഷൻ? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ വ്യാപനം എന്ന് പറയുന്നു. ഡിഫ്യൂഷൻ ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. മനസ്സിലായോ? ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ഡിഫ്യൂഷൻ ഫ്രം ഡെയിലി ലൈഫ്. നിത്യജീവിതത്തിൽ നിന്ന് വ്യാപനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ്. സ്പ്രെഡിംഗ് ഓഫ് ദ സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്. പഴങ്ങളുടെ മണം വ്യാപിക്കുന്നു. ദ സ്മെൽ ഓഫ് ഹോട്ട് ഫുഡ് ഐറ്റംസ് സ്പ്രെഡ്സ്. ചൂടുള്ള ഭക്ഷണ വസ്തുക്കളുടെ സുഗന്ധം വ്യാപിക്കുന്നു. ദ പ്ലസൻറ്റ് സ്മെൽ ഫ്രം എ ലൈറ്റഡ് ഇൻസെൻസ് സ്റ്റിക്ക് സ്പ്രെഡ്സ്. കത്തിച്ച ചന്ദനത്തിരിയിൽ നിന്നുള്ള സുഗന്ധം വ്യാപിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിഫ്യൂഷൻ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് പഠിച്ചു അല്ലേ? ലിക്വിഡ്സിലെയും ഗ്യാസസിലെയും ഡിഫ്യൂഷൻ വ്യാപനം എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്, ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചു അല്ലേ? വിവിധ അവസ്ഥകൾ അതുപോലെ വിവിധ അവസ്ഥകളിൽ ഈ പാർട്ടിക്കിൾസ് കണികകളുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. നമുക്കറിയാം ഈ ഓരോ സബ്സ്റ്റൻസും സൂക്ഷ്മങ്ങളായ കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദെയർ നാച്ചർ സബ്സ്റ്റൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഈ കണികകളുടെ സ്വഭാവം അനുസരിച്ച് പദാർത്ഥങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്, ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. അപ്പോൾ അവ ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് പ്യുവർ സബ്സ്റ്റൻസസ്? മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡൻറ്റിക്കൽ നാച്ചർ ആർ കോൾഡ് പ്യുവർ സബ്സ്റ്റൻസസ്. ഒരേ സവിശേഷതകളുള്ള കണികകൾ കൊണ്ട് നിർമ്മിച്ച പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ. എക്സാമ്പിളായി നിങ്ങൾ ഷുഗർ എടുക്കുക. ആ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൻ്റെ ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത്? പഞ്ചസാരയുടെ, അല്ലാതെ ഉപ്പിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുവിൻ്റെയോ അല്ലല്ലോ. എന്തുകൊണ്ടാണ്? ആ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് എല്ലാം ആ പഞ്ചസാരയുടെ ഗുണത്തോട് കൂടിയതാണ്. മനസ്സിലായോ? അതിലെ ഓരോ പാർട്ടിക്കിൾസിനും എന്തുണ്ട്? പഞ്ചസാരയുടെ ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഒരേ കണികകൾ കൊണ്ട് നിർമ്മിച്ച പദാർത്ഥം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് ഐഡൻറ്റിക്കൽ നാച്ചർ. എന്നാൽ നമ്മൾ ഉപ്പുവെള്ളം എടുക്കുന്നു. ഉപ്പുവെള്ളത്തിൽ ഉപ്പിൻ്റെ കണികകളുമുണ്ട്, വെള്ളത്തിൻ്റെ കണികകളുമുണ്ട്. അതുപോലെ പഞ്ചസാര ലായനി, പഞ്ചസാര മാത്രം എടുത്തപ്പോൾ അതിൽ പഞ്ചസാരയുടെ സ്വഭാവം മാത്രമായിരുന്നു. എന്നാൽ പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയുടെ പ്രോപ്പർട്ടീസും കാണിക്കും, വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസും കാണിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ മിശ്രിതങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചാൽ മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡൻറ്റിക്കൽ നാച്ചർ ആർ കോൾഡ് പ്യുവർ സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? വാട്ടർ, ജലം, കോമൺ സോൾട്ട് അതായത് ഉപ്പ്, പിന്നെ ഗോൾഡ്, സ്വർണം. ഇവയ്ക്കെല്ലാം അതിൻ്റേതു മാത്രമായ സ്വഭാവങ്ങളുള്ള കണികകളാണുള്ളത്. മനസ്സിലായോ? വാട്ടർ മിക്സ്ചേഴ്സ്, മിശ്രിതങ്ങൾ എന്താണ്? ദ സബ്സ്റ്റൻസസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് നാച്ചർ ആർ കോൾഡ് മിക്സ്ചേഴ്സ്. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കണികകൾ കൊണ്ട് നിർമ്മിച്ച പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏതാണ് എക്സാമ്പിൾ? ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി, അതുപോലെ സോഡ വാട്ടർ, സോഡാ വെള്ളം, സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനി. ഇതെല്ലാം മിശ്രിതങ്ങൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്, മിക്സ്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ക്ലാസിഫൈ ദ ഗിവൺ മെറ്റീരിയൽസ് ഇൻറ്റു പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. തന്നിരിക്കുന്ന മെറ്റീരിയൽസ് നോക്കൂ. ഗോൾഡ്, സോഡ വാട്ടർ, സോയിൽ, വാട്ടർ, ഐസ്, വാട്ടർ വേപ്പർ,
ഷുഗർ, കോമൺ സോൾട്ട്, കാർബൺ ഡയോക്സൈഡ്, ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. എന്തൊക്കെയാണ്? സ്വർണം, സോഡാവെള്ളം, സോയിൽ മണ്ണ്, വാട്ടർ ഐസ്, വാട്ടർ വേപ്പർ നീരാവി, ഷുഗർ പഞ്ചസാര, കോമൺ സോൾട്ട് ഉപ്പ്, കാർബൺ ഡയോക്സൈഡ്, ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര ലായനി, സോൾട്ട് സൊല്യൂഷൻ ഉപ്പ് ലായനി. ഇവയെ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചർ ഇങ്ങനെ രണ്ടായി തരംതിരിക്കാം. പ്യുവർ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? ശുദ്ധപദാർത്ഥങ്ങൾ ഗോൾഡ്, ഐസ്, വാട്ടർ വേപ്പർ, ഷുഗർ, കോമൺ സോൾട്ട്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ. ഇവയിലെല്ലാം ഇവയുടെ മാത്രം സ്വഭാവങ്ങളുള്ള കണികകളാണ്. എന്നാൽ മിക്സ്ചേഴ്സോ, മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്? സോഡ വാട്ടർ, സോയിൽ, ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ. ഇനി കൂടുതലായി നമുക്ക് എഴുതാം. എയർ എഴുതാം. വായു ഒരു മിശ്രിതമാണ്. അതിൽ ഒരുപാട് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ പദാർത്ഥങ്ങളുടെ സ്വഭാവമെല്ലാം വായുവിനുണ്ട്. മനസ്സിലായോ? അപ്പോൾ മിക്സ്ചേഴ്സ് എന്താണ്? വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥം. സോയിൽ തന്നെ ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്. ആ എല്ലാ പദാർത്ഥങ്ങളുടെയും സ്വഭാവം സോയിലിനുണ്ട്. ഷുഗർ സൊല്യൂഷനിൽ ഷുഗറും വെള്ളവും അടങ്ങിയിട്ടുണ്ട്. അത് രണ്ടിൻ്റെയും ക്വാളിറ്റിയാണ് അത് കാണിക്കുന്നത്. സോൾട്ട് സൊല്യൂഷൻ ഉപ്പ് ലായനിയിലും ഉപ്പും വെള്ളവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഗുണം ആ സൊല്യൂഷനുണ്ട്. അതുപോലെ സോഡ വാട്ടർ, വാട്ടറും കാർബൺ ഡയോക്സൈഡും ചേർന്നതാണ് സോഡ വാട്ടർ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ഈ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് എങ്ങനെ നമുക്ക് വേർതിരിക്കാം? മനസ്സിലായോ? സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാം. മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ ദ നാച്ചുർ ആർ മിക്സ്ചേഴ്സ്. നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന കൂടുതൽ വസ്തുക്കളും എന്താണ്? മിക്സ്ചേഴ്സ് ആണ്, മിശ്രിതങ്ങളാണ് അല്ലേ? എക്സാമ്പിൾ സോയിൽ, സീ വാട്ടർ, മണ്ണ്, കടൽ വെള്ളം, റോക്ക് പൗഡർ എന്താണ്? പാറപ്പൊടി, സാൻഡ് മണൽ, റിവർ നദീജലം, എയർ വായു, ഇതെല്ലാം മിക്സ്ചേഴ്സ് ആണ്. തിങ്ക് അബൌട്ട് ദെയർ കമ്പോണൻസ്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും? ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇൻ ഡെയിലി ലൈഫ് വി ഹാവ് ഒക്കേഷൻസ് വെൻ കമ്പോണൻസ് ഓഫ് മിക്സ്ചേഴ്സ് ആർ ടു ബി സെപ്പറേറ്റഡ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം മിശ്രിതങ്ങളെ വേർതിരിക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ലുക്ക് അറ്റ് ഫ്യൂ ഇൻസ്റ്റൻസസ് വെയർ കമ്പോണൻസ് ഓഫ് മിക്സ്ചേഴ്സ് ആർ ടു ബി സെപ്പറേറ്റഡ്. നമ്മൾ മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും എഴുതാനാണ്. ഏതൊക്കെയാണ്? സെപ്പറേറ്റിംഗ് ഹസ്ക് ഫ്രം പാഡി, നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുന്നത്. സെപ്പറേറ്റിംഗ് ടീ ഡ്രഗ് ഫ്രം ടീ, ചായയിൽ നിന്നും ചായച്ചണ്ടി വേർതിരിക്കുന്നത്. സെപ്പറേറ്റിംഗ് കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിലെല്ലാം മിക്സ്ചേഴ്സിൽ നിന്നും അതിലുള്ള ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രോസസ്സാണ് അല്ലേ? തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. എന്താണ് ടേബിളിൽ? ഓരോ സന്ദർഭം തന്നിട്ടുണ്ട്. അതിൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ, വേർതിരിക്കുന്ന രീതി എഴുതണം. വേർതിരിക്കാൻ ഉപയോഗപ്പെടുത്തിയ സ്വഭാവം, പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ. ഒന്നാമത്തെ സന്ദർഭം ഏതാണ്? ടീ ഡ്രഗ് ഫ്രം ടീ, ചായയിൽ നിന്നും ചായച്ചണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നത്. വേർതിരിക്കുന്ന രീതിയോ, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്താണ്? ഫിൽട്രേഷൻ, അരിക്കൽ. നമ്മൾ ചായയിൽ നിന്നും ചണ്ടി നീക്കം ചെയ്യുന്നത് അരിക്കൽ എന്ന പ്രോസസ്സ് വഴിയാണ് അല്ലേ? അതാണ് ഫിൽട്രേഷൻ. ഇനി പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ, ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ്, കണികകളുടെ വലിപ്പ വ്യത്യാസം. അരിക്കുമ്പോൾ വലിപ്പം കൂടിയ വസ്തുക്കൾ അരിപ്പയിലും വലിപ്പം കുറഞ്ഞവ അരിപ്പയിൽ നിന്നും താഴോട്ട് പോകുന്നു. ഇനി അടുത്ത് കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്നത്. അതേത് പ്രോസസ്സാണ്? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. വേർതിരിക്കുന്ന രീതി വേപ്പറൈസേഷൻ, ബാഷ്പീകരണം. നമ്മൾ കടൽ വെള്ളം തിളപ്പിച്ചാണ് ഉപ്പ് വേർതിരിക്കുന്നത്. അപ്പോൾ ജലം ബാഷ്പമായി മാറുന്നു. അതാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ. പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ, വോളറ്റൈൽ നാച്ചർ ഓഫ് വാട്ടർ പാർട്ടിക്കിൾസ്, ജലകണികകളുടെ ബാഷ്പീകരണ സ്വഭാവമാണ്. നമുക്കറിയാം ജലം തിളപ്പിക്കുമ്പോൾ എന്തായി മാറുന്നു? വേപ്പറായി മാറുന്നു, ബാഷ്പമായി മാറുന്നു. അപ്പോൾ ജലകണികകൾക്ക് ബാഷ്പീകരണ സ്വഭാവമുണ്ട്, വോളറ്റൈൽ നാച്ചറുണ്ട്. അടുത്ത് ചാഫ് ഫ്രം പാഡി, നെല്ലും പതിരും വേർതിരിക്കൽ. നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുന്നത്. അതിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ, വിന്നോയിങ് അല്ലേ? പാറ്റൽ, പാറ്റിയാണ്
നെല്ലും പതിരും വേർതിരിക്കുന്നത്. അപ്പോൾ വിന്നോയിങ് ആണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ എന്ത് പറയാം? മാസ് ഡിഫറൻസ് ഓഫ് കമ്പോണൻസ് അല്ലേ, ഘടകങ്ങളുടെ പിണ്ഡ വ്യത്യാസം. എന്താണ് മാസ് ഡിഫറൻസ്? ഇങ്ങനെ പാറ്റുമ്പോൾ ഭാരം കുറഞ്ഞ പതിരുകൾ പുറത്തു പോകുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് നെല്ലും പതിരും വേർതിരിക്കുന്നത്. അപ്പോൾ മാസ് ഡിഫറൻസ് ഓഫ് കമ്പോണൻസ്. അടുത്തത് അയൺ പൗഡർ ഫ്രം എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലൂമിനിയം പൗഡർ. അലൂമിനിയം പൊടിയും ഇരുമ്പ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കുന്നു. എങ്ങനെയാണ്? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ മാഗ്നറ്റിക് സെപ്പറേഷൻ, കാന്തിക വിഭജനം. മാഗ്നറ്റ്സ് ഉപയോഗിച്ച് അയൺ പൗഡർ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് അയൺ, ഇരുമ്പിൻ്റെ കാന്തിക സ്വഭാവമാണ് ഇതിൻ്റെ അടിസ്ഥാനം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള വസ്തുക്കൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ, പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ. The choice of the method of separation of components depends on the properties of the components of a mixture. മിശ്രിതങ്ങളിലടങ്ങിയ ഘടകപദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം തിരഞ്ഞെടുക്കാം. മനസ്സിലായോ? ആ മിക്സ്ചറിൽ അടങ്ങിയിരിക്കുന്ന ഘടകപദാർത്ഥങ്ങൾ, അതായത് കമ്പോണൻസ്, അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ആ മിക്സ്ചറിലെ കമ്പോണൻസ് വേർതിരിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ്ചറിലെ കമ്പോണൻസ് വേർതിരിക്കാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ കോമൺ സോൾട്ട് നമുക്ക് എങ്ങനെ വേപ്പറൈസേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വേപ്പറൈസേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജലം സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല അല്ലേ, അതിലുള്ള ഉപ്പ് മാത്രമേ കിട്ടൂ. അപ്പോൾ അങ്ങനെ ഉപ്പും വെള്ളവും പ്രത്യേകം വേർതിരിക്കണമെങ്കിൽ നമുക്കതിന് വേറെ മെത്തേഡുണ്ട്, ഡിസ്റ്റിലേഷൻ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് പഠിച്ചു, അതുപോലെ ഡിഫ്യൂഷൻ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് മിക്സ്ചർ, ഒരു മിക്സ്ചറിലെ കമ്പോണൻസ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതിനുള്ള 2-3 എക്സാമ്പിളും നമ്മൾ നോക്കി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.